Debate with Dr. Arun Kumar. കൂറുമാറ്റവും കത്തും ബാഗും വ്യാജ വോട്ടുമൊക്കെയാണ് അവസാന ലാപ്പ് വരെ പാലക്കാട്ടെ ചർച്ചാ വിഷയമെങ്കിൽ അവസാന ദിവസങ്ങളിൽ ചർച്ച വഴിമാറി. അവസാന മണിക്കൂറുകളിൽ ഇന്ന് നേരം വെളുത്തപ്പോൾ പത്രപരസ്യത്തിലൂടെ പുതിയൊരു വിവാദം തുടങ്ങി. സന്ദീപ് വാര്യരുടെ പഴയ നിലപാടെടുത്തു കാണിച്ചുള്ള പരസ്യം സുപ്രഭാതത്തിലും സിറാജിലും പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് സമസ്തയുടെ മുഖപത്രം, മറ്റൊന്ന് സിറാജ് കാന്തപുരത്തിന്റെ വിഭാഗത്തിന്റെ മുഖപത്രം. നമുക്കാദ്യം ഈ പത്രങ്ങളിൽ വന്ന പരസ്യങ്ങൾ ഒന്ന് കാണാം. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് CPM-നോട് ആരായുമ്പോൾ മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും പരസ്യം നൽകിയിട്ടുണ്ട് എന്നാണ് CPM വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് ഇന്ന് സുപ്രഭാതത്തിലും സിറാജിലും പ്രസിദ്ധീകരിച്ചത് ഒന്ന് നോക്കി വരാം. സുപ്രഭാതത്തിലും സിറാജിലും ഒരേ കണ്ടന്റാണ് പരസ്യമായി സ്വീകരിച്ചിരിക്കുന്നത്. സരിൻ തരംഗമെന്ന മുകൾ ഭാഗത്തെ ഒരു പരസ്യഭാഗം ഒഴിവാക്കിയാൽ ഈ വിഷനാവിനെ സ്വീകരിക്കുമോ? ഹാ കഷ്ടം. കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ്, അതുപോലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു തുടങ്ങിയ നേരത്തെ സന്ദീപ് വരെ പറഞ്ഞതായി പറയപ്പെടുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയങ്ങളാണ്. അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിൽ നടപ്പാക്കിയിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ ഒന്ന് കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്തു സന്ദീപ് എന്നുള്ളത് ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്ന് ഇതിനകം തന്നെ സന്ദീപ് വാര്യരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്താണ്? ഗാന്ധിജിയെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു. ഇതൊരു ചാനൽ ചർച്ചയിൽ സ്വരാജ് നടത്തിയ പരിഹാസ രൂപേണയുള്ള പരാമർശത്തിന്റെ മറുപടിയാണെന്ന് സന്ദീപ് വാര്യർ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇതൊഴിച്ച് ബാക്കി പറഞ്ഞ കാര്യങ്ങൾ സന്ദീപ് വാര്യർ പറഞ്ഞതാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദീപ് പറഞ്ഞതായി പറയപ്പെടുന്ന CAA കാര്യമാണെങ്കിലും അതുപോലെ CAA നടപ്പിലാക്കും എന്നുള്ള കാര്യമാണെങ്കിലും ഹാർപ്പിക് കീടാണുക്കളാണ് ഈ ബാബറി മസ്ജിദിനെ തകർത്തതിനെ എതിർക്കുന്നവർ എന്ന് പറഞ്ഞ വാചകമാണെങ്കിലും ഇതെല്ലാം എന്തുകൊണ്ടാണ് സിറാജിലും ഒപ്പം സുപ്രഭാതത്തിലും മാത്രം പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് ചോദ്യം. അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം കൂടിയായ മാധ്യമത്തിൽ ഹിന്ദുത്വയിലേക്കുള്ള വഴി, അത് കോൺഗ്രസ് ഹിന്ദുത്വയിലേക്കുള്ള വഴി തുറക്കുകയാണെന്ന് നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു വാർത്ത കൂടി പത്രം പരസ്യമായി നൽകുന്നു എന്നതാണ്. ഈ വിഷനാമ്പിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന തലക്കെട്ടിലാണ് ആ പരസ്യം നൽകിയിരിക്കുന്നത്. സരിൻ തരംഗം എന്നതാണ് പത്രത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പരസ്യത്തിൽ പ്രകടമാകുന്നതെങ്കിലും സന്ദീപ് വാര്യർ പല സമയങ്ങളിലായി നടത്തിയതായി പറയപ്പെടുകയും നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയും ചെയ്ത ചില കണ്ടന്റുകളാണ് ഇപ്പോൾ പരസ്യമായി കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നം ഇത് സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തിരിക്കുന്ന പരസ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ CPM പറയുന്നത് പോലെ ദ ഹിന്ദുവിലും മാതൃഭൂമിയിലും കൊടുത്തിരിക്കുന്ന പരസ്യം എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കി വരാം. ഇത് സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്തിരിക്കുന്ന പരസ്യം. ഇനി നോക്കൂ, മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്ന പരസ്യത്തിന്റെ ഭാഗം സപ്ലിമെന്റ് ആയിട്ടാണ്. അതിലും തലക്കെട്ട് സരിൻ തരംഗം എന്നുള്ളതാണ്. വ്യത്യസ്തമായ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു, സരിനെ കുറിച്ചുള്ള ബ്രീഫ് നോട്ട് കൊടുത്തിരിക്കുന്നു. അതുമാത്രമാണ്. ഇതിൽ സന്ദീപ് വാര്യരുടെ പരാമർശങ്ങളില്ല. പാലക്കാടിന്റെ വികസനത്തിനുള്ള മാനിഫെസ്റ്റോയാണ് പത്രം പ്രധാനമായിട്ടും പരസ്യമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മാതൃഭൂമിയിലും ഹിന്ദുവിലും സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ പാർട്ടിയുടെ പ്രകടന പത്രിക പ്രധാനമായും പരസ്യവാചകമാകുമ്പോൾ മറുഭാഗത്ത് സിറാജിലും സുപ്രഭാതത്തിലും സന്ദീപ് വാര്യരുടെ വർഗീയ പരാമർശങ്ങളാണ് പരസ്യമായി മാറുന്നത്. ഇത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ UDF ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും എഡിറ്റർമാരെ, അതിന്റെ അധികൃതരെ കളക്ടറേറ്റിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തുന്നതിന് നിലവിൽ MCയുടെ അനുവാദം ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാല സമയത്ത് ഈ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഒരു അനുമതി വാങ്ങണം. ആ അനുമതി നൽകുന്ന ഏജൻസിയാണ് MC അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, ഇനി ഈ വിഷയത്തെ ചൊല്ലി ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ പരസ്യത്തിന് മുൻപ് മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് വഴി തുറന്നിരുന്നു. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. എപ്പോഴാണ്? സന്ദീപ് വാര്യർ പാണക്കാട് പോയി പച്ചലഡു കഴിച്ചു തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് വിവാദമായി മാറിയത്. പാണക്കാട് തങ്ങൾ ജമാഅത്തയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു എന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. പിന്നീട് അതിന് ലീഗ് നേതാക്കൾ KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് നമുക്കൊന്നുകൂടി കേട്ടുവരാം. അന്നത്തെ പാണക്കാട് തങ്ങൾ
എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. മുഖ്യമന്ത്രി അന്നു പറഞ്ഞത് ഇന്നും ആവർത്തിച്ചു. കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തിൽ വർഗീയതയോട് കോൺഗ്രസിന് മൃദു സമീപനമാണെന്നും സന്ദീപ് വാര്യരെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDPIയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖ് അലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ, പങ്കില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത്? സ്വാഭാവികമല്ലേ. ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് ലീഗ് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഇന്നത്തെ പരിസ്ഥിതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് നേതാക്കൾ. വോട്ടെടുപ്പിന്റെ തലേന്നും CPM വർഗീയത ആളിക്കത്തിക്കുകയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ് ചേർന്നതിന് CPM എത്രമാത്രമാണിത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. UDFന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണം വർക്കിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പം മാറിയിരിക്കുന്നത്. കാഫി സ്ക്രീൻഷോട്ടിന് സമാനമായ അടവാണ് പരസ്യമെന്ന് ഷാഫി പറമ്പിൽ MPയും പ്രതികരിച്ചു. CPMന്റെ പരസ്യങ്ങൾക്ക് സംഘപരിവാറിന്റെ ഭാഷയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഹീനമായ ധ്രുവീകരണ ശ്രമത്തെ പാലക്കാട്ടെ ജനാധിപത്യ മതേതര മനസ്സ് ഒരുമിച്ച് എതിർക്കും. BJPയെ സഹായിക്കാൻ CPM കൊടുത്ത പരസ്യമാണ്. വടകരയിലും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവിടെ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ്ലി തങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടിയും ഇൻഡയറക്റ്റ്ലി രാഷ്ട്രീയമായി BJPക്ക് സഹായം കിട്ടാൻ വേണ്ടിയുമാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും BJPക്ക് സഹായം കിട്ടാനാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഞങ്ങളുടെ പരാതി ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പരാതി ഇന്ന് തന്നെ ഞങ്ങൾ ഫയൽ ചെയ്യും. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതുമായിട്ട് അത്തരമൊരു സംഘടനയ്ക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, ഈ പരസ്യത്തിലെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ LDF വിജയിക്കുമെന്ന വെപ്രാളമാണ് UDFനെന്നും ഒരു പത്രത്തെ മുസ്ലിം പത്രമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നുമാണ് MP രാജേഷ് തിരിച്ചടിച്ചത്. പാലക്കാട്ട് എന്തുകൊണ്ട് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത്? ഇന്നലത്തെ കുട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത്. ഷാഫിയുടെ വ്യാഖ്യാനമാണത്. എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റും? പത്രപരസ്യം മാത്രമല്ല, എല്ലാ വിവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മാന്ത്രിക വടികളായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാം അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതൊക്കെ അവർ നമ്മൾ അടിച്ചു തീർക്കട്ടെ. ഈ പരസ്യത്തിൻ്റെ അല്ലെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും ഉള്ള ഗുണം കിട്ടുന്നത് ഞങ്ങൾ കാണാം. ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ
മാന്ത്രിക ദണ്ടുകളായിട്ട് ഞങ്ങൾക്ക് കിട്ടുക. ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരമാണല്ലോ എപ്പോഴും നടക്കുന്നത്. ബാക്കിയുള്ളവരുടെ എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് മുന്നണികൾക്കും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ മത്സരം നടക്കട്ടെ, ഞങ്ങളതിൽ എന്തിനാണ് കക്ഷിയാവുന്നത്? അവസാന മണിക്കൂറുകളിൽ വർഗീയതയും വോട്ടാക്കാനോ നീക്കമെന്നാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി, CPM പ്രതിനിധി V വസീഫ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് എന്നിവരാണ് ചർച്ചയിൽ. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ഓൾ. ആദ്യം വസീഫിലേക്ക്. V വസീഫ്, ദേശാഭിമാനിയിലും മാതൃഭൂമിയിലും ഹിന്ദുവിലും മലയാള മനോരമയിലും മംഗളത്തിലും ദീപികയിലും കേരള കൗമുദിയിലും കൊടുക്കാതെ ഈ പരസ്യത്തിൻ്റെ കണ്ടന്റ് എന്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സിറാജിലും സുപ്രഭാതത്തിനും ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങാതെ നൽകിയത്? വസീഫ്. ഡോക്ടർ അരുൺ, ഇവിടെ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ കുറേ പ്രാവശ്യം കാഫർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇവിടെ നിങ്ങളാരും കാര്യമായിട്ട് കൊടുക്കാത്തൊരു വാർത്തയുണ്ട്. കുറ്റ്യാടിയിൽ നിന്ന് വന്നൊരു വാർത്തയാണ്, ഇപ്പോൾ അടുത്ത് വന്നതാ, കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത. നാദാപുരം വടകര പാർലമെൻറ്റ് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല പരാമർശം കമൻ്റായിട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു. തൊട്ടിൽപ്പാലം ചാപ്പൻ തോട്ടം താമസിക്കും പെരുമ്പുള്ളതിൽ മേബിൻ തോമസ് ആണ് നാദാപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും കോടതി ശിക്ഷ വിധിച്ചത്. കോടതി പിരിയും വരെ തടവ് ശിക്ഷയും 15,000 രൂപ പിഴയുമാണ് ഫൈനടച്ച് അദ്ദേഹം ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ശിക്ഷ വിധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഞങ്ങളല്ല, ഇവരാണ് ശിക്ഷ വിധിക്കപ്പെട്ടവർ, ഇവർ ചെയ്യുന്നു എന്നിട്ട് മനോഹരമായി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. എൻ്റെ കയ്യിലുള്ളത് 3-4 നോട്ടീസുകളാണ്, നിങ്ങൾക്ക് കാണാം. SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പിരിയുന്ന സമയത്ത് അവിടെ കാത്തിരുന്ന് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് അവരെന്തിനാണ് ഇങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ SDPIക്കാർ ഇവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ഈ കേരളത്തിനകത്ത് ചർച്ച ചെയ്യണ്ടേ? ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIക്കാരനും ഒന്നും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പറയണം. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. സമസ്തയുടെ മുഖപത്രത്തിലും മാത്രം നിങ്ങൾ നൽകിയത്. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ PK ഫിറോസ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. KM ഷാജി പറഞ്ഞത് കുറച്ചുകൂടി അതാ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള അതിലേക്കാ വരുന്നത് അരുൺ, അതിലേക്കാ വരുന്നത്. അങ്ങനെ PK ഫിറോസും KM ഷാജിയും മുസ്ലിം ലീഗിലെ നേതൃത്വവും ഒന്നടങ്കം തീവ്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ നാട്ടിനകത്ത് വലിയ രീതിയിൽ പ്രചരണം നടത്തിയവരാ. അങ്ങനെയുള്ള സംഘടനകളെ ഉപയോഗപ്പെടുത്തി പള്ളിയിൽ നോട്ടീസ് കൊടുത്ത് മുസ്ലിം ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പരസ്യവുമായി ഇടതുപക്ഷം വന്നത് എന്നുള്ളതാണ് സാഹചര്യം. സ്വാഭാവികമായും സന്ദീപ് വാര്യരെ സ്വീകരിച്ച് ഇവരെ ഇരുത്തുന്ന സമയത്ത് ആരാണ് സന്ദീപ് വാര്യർ, എന്താണ് UDFന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് നിർവഹിച്ചത്. പരസ്യമായി നിങ്ങളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളിലുള്ളത് ദുഷ്ടലാക്കല്ലേ V വസീഫ്? ഒരു ദുഷ്ടലാക്കൂല അരുണേ. ഇതിപ്പോ ഈ പരസ്യമായി ഇടതുപക്ഷത്തിന്റെ പരസ്യമായി കൊടുത്ത കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഏത് കാലത്തായാലും ഇനിയിപ്പോൾ ഇവർ അതിനെ ഇങ്ങനെ പെർമിഷൻ ഇല്ല എന്ത് പറഞ്ഞാലും ഇത് കൊടുത്താൽ ഞങ്ങൾ രഹസ്യമായി ഇവർ കൊടുക്കുന്നത് പോലെ പള്ളിയിൽ പോയി SDPIക്കാരന് കരാറുണ്ടാവില്ലേ? അതിനൊരു കരാറുണ്ടാവില്ലേ? അല്ല, ഇതിൽ വർഗീയത എവിടെ അരുൺ?
ഇതിൽ വർഗീയത എവിടെ? ഇതിൽ വർഗീയതയല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ പത്രപരിക്കാർ അത് വർഗീയതയല്ല. വരുത്തുന്ന രണ്ട് പത്രങ്ങളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പരസ്യമായി കൊടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മാതൃഭൂമി കൊടുത്തില്ലല്ലോ, നിങ്ങൾ ഹിന്ദുവിൽ കൊടുത്തില്ലല്ലോ, ദേശാഭിമാനിയിൽ നിങ്ങളുടെ സ്വന്തം പത്രത്തിൽ പോലും കൊടുത്തിട്ടില്ല വസീഫ്. അല്ല, അതെ, ഞാൻ പറയാം. ദേശാഭിമാനിയിൽ സമാനമായ വാർത്തകൾ എത്രയോ വന്നതാ. ഇല്ലില്ല, ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ല, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടില്ല, മനോരമ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതാകെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ വായിക്കുന്ന രണ്ട് പത്രങ്ങളിൽ മാത്രമാണ്. അതെ, അല്ല, ഞാൻ പറയാം അരുണേ, ഇന്നും ദേശാഭിമാനിയിൽ സമാനമായ വാർത്തകളുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ വർഗീയ വിഷം വമിപ്പിക്കുന്ന വാർത്തകൾ ദേശാഭിമാനിയിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഈ കണ്ടന്റ് ദേശാഭിമാനിയിൽ പരസ്യമല്ലാതെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിൽ കൊടുക്കേണ്ടതില്ല. പിന്നെ സുപ്രഭാതവും ഈ പറയുന്ന സിറാജുമെല്ലാം മുസ്ലിം ജനവിഭാഗം മാത്രമേ വായിക്കൂ എന്നൊന്നും പറഞ്ഞു പോകരുത് അരുണേ. അങ്ങനെയാണ് മനോരമാര വായിക്കുക, മാതൃഭൂമിയാര വായിക്കുക, അതിന്റെ മാനേജ്മെന്റിന്റെയും പേര് നോക്കിയിട്ടാണ് വായിക്കുക. അങ്ങനെയൊന്നും പറഞ്ഞു പോലെ അല്ല. അത്യാവശ്യം സർക്കുലേഷൻ ഉള്ള അത്യാവശ്യം ആളുകൾ വായിക്കുന്ന, സാമ്പത്തികമായി ഞങ്ങൾക്ക് മെച്ചമുള്ള ഒക്കെ, ഞങ്ങൾക്ക് ഇത് പോകണം എന്നാഗ്രഹിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ അത്യാവശ്യം ഈ കാര്യങ്ങൾ എത്തണം എന്നാഗ്രഹിക്കുന്ന സർക്കുലേഷനും നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും ഒത്തിണങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമാണ് വസീഫ്. അല്ല, അത്ഭുതപ്പെട്ടോ നിങ്ങൾ? അതിനൊരു തർക്കവും വേണ്ട. നിങ്ങൾ അത്ഭുതപ്പെട്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ പരസ്യം കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ ഇവർ ചെയ്യുന്നത് പോലെ നാഥനില്ലാത്ത വാർത്തകളല്ലോ ഞങ്ങൾ കൊടുത്തത്, പരസ്യമല്ലല്ലോ ഞങ്ങൾ കൊടുത്തത്. ഈ ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ. അതിനകത്ത് ഔദ്യോഗികമായി ഞങ്ങളൊരു വാർത്തയും ഒരു പരസ്യം കൊടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാതെ ഇവരെ പോലെ നടക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ വരിക്കാരെ മാത്രം ലക്ഷ്യമിട്ട് നിങ്ങൾ കൊടുക്കുന്നു. അതാണ് വർഗീയമായ നീക്കം. മഹല്ലുകളിൽ നോട്ടീസ് വിതരണം ചെയ്തതിന് സമാനമാണ് ഇത് നിങ്ങൾ വിതരണം ചെയ്തിരിക്കുന്ന ഈ പരസ്യം. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോലെ SDPIക്കാർ നോട്ടീസ് വിതരണം ചെയ്യുന്നത് പോലെയാണോ ഞങ്ങൾ ഔദ്യോഗികമായി ഇടതുപക്ഷം മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പത്രത്തിന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ന്യായീകരണമുണ്ടോ? ഇത് തന്നെയല്ലേ നിങ്ങൾ ആ വരിക്കാർ വായിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങാതെ അവസാനത്തെ മണിക്കൂറുകളിൽ നിങ്ങൾ പരസ്യം നൽകുന്നു. ഞങ്ങൾ എന്തിനാ കോൺഗ്രസുകാർക്ക് അനുവാദം കാണിച്ചു കൊടുക്കുന്നത്? അല്ല അരുണേ, ഞങ്ങൾ എന്തിനാ കോൺഗ്രസുകാർക്ക് ഞങ്ങളുടെ അനുമതി പത്രം കാണിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ലേ? ഞങ്ങൾക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ ഇവർ കേസിന് പോട്ടെ, ഞങ്ങൾ അപ്പൊ അവിടെ ചലഞ്ച് ചെയ്തോളാം. അതെന്തിനാ ഇവർ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ലേ? നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് നോക്കൂ, കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ട് വ്യാജമാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം, ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും, അനുഭവം ഗുരു എന്ന് ഈ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് സന്ദീപ് വാര്യർ എനിക്ക് അയച്ച മെസ്സേജിൽ പറയുന്നത്. അത് ഫാക്ട് ചെക്ക് ചെയ്ത് ഒരു മാധ്യമവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു വ്യാജ സ്ക്രീൻഷോട്ട് ആയിരുന്നു. അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പരസ്യം എന്ന നിലയിൽ. വസീഫ്, ഇതാ ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കുന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിലെ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന് അജിംസ് ഉൾപ്പെടെ പറയുന്ന വാചകങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതുപോലെ എത്രയോ വാർത്തകളിൽ ഇതേ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനിതാ കേൾപ്പിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കുന്നതാ. ജമാഅത്തെ മാധ്യമത്തിന്റെ അവതാരകർ പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം. നിങ്ങൾ സന്ദീപ് വാര്യരുടെ പേരിൽ ഒരു പരസ്യം ഇറക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം മീഡിയ വണ്ണിനില്ല. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഗുരുതരമായ പ്രശ്നം. വസീഫ്, ഒരിക്കലുമില്ല. ഇതിലിപ്പോ നിങ്ങൾ പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണല്ലോ നിങ്ങൾ അതിൽ വ്യാജമാണ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ പറയുന്ന വേറെയുണ്ട്.
അതായത് ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത പാരമ്പര്യമാണ് ലീഗിന് എന്ന് ഇദ്ദേഹത്തിന്റെ കമന്റ് ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. സന്ദീപ് എന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ പരസ്യമായി, അതും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ CPM-നെതിരെയുള്ള ആരോപണം. വസീഫ്, അതിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അല്ല അരുണെ ഒരു മിനിറ്റ് എനിക്ക് തന്നേ പറ്റൂ. കാരണം അതിൽ ക്ലാരിറ്റി വരുത്തണം. അരുൺ കേൾക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമുക്കറിയാം, മീഡിയ വണ്ണിനെ കുറിച്ച് നമുക്കറിയാം. മീഡിയ വൺ ചാനലിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തേക്ക് പോകും എന്നുള്ള ഒരു പ്രതീതി ഈ നാട്ടിലാകെ സൃഷ്ടിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു വലിയ ചർച്ചയുണ്ട്. ഈ നാട്ടിലാകെ പ്രചരിപ്പിച്ച ചർച്ച, ആ ചർച്ചക്കകത്ത് വളരെ കൃത്യമായി അവർ പറഞ്ഞ ഇല്ലെങ്കിൽ ഇത്ര ദിവസമായി സന്ദീപ് വാര്യർ പറഞ്ഞതായി നിങ്ങളൊരു കാര്യം എഴുതിയാൽ അത് സന്ദീപ് വാര്യർ പറഞ്ഞതായിരിക്കണം. സന്ദീപ് വാര്യർ പറഞ്ഞതായി മീഡിയ വണ്ണിലെയോ ചന്ദ്രികയിലെയോ ഏതെങ്കിലും പത്രപ്രവർത്തകൻ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് സന്ദീപ് വാര്യർ എന്ന് കൊടുക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ആക്ഷേപം ഉണ്ടാവുന്നത്. ഞാൻ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളുകയൊന്നുമല്ല. സന്ദീപ് വാര്യർ ഇതിനേക്കാൾ അധികം ന്യൂനപക്ഷ വിരുദ്ധമായ തീവ്രവാദ സ്വഭാവമുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മലപ്പുറം ഹാഷ്ടാഗ് കൊടുക്കാമായിരുന്നല്ലോ. അത് തീവ്രമായ വർഗീയതയെ പച്ചയ്ക്ക് പറയുന്നതല്ലേ സന്ദീപ് വാര്യർ? ലീഗിനെതിരെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കുതിരവട്ടത്തെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരല്ലേ? പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം വാർത്തയുണ്ടാക്കുന്ന തരത്തിൽ വർഗീയമായി നിങ്ങൾ സന്ദീപ് വാര്യരെ ഉപയോഗിക്കുന്നു എന്നതാണ്. അതും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സർക്കുലേഷനുള്ള 2 പത്രങ്ങളിൽ. അരുണേ, ഇതേ ഹാഷ്ടാഗ് ഉള്ള ഒരു ചാനലാണല്ലോ മീഡിയ വണ്ണ്. ആ മീഡിയ വണ്ണ് എത്ര ആധികാരികതയോട് കൂടിയാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ പറയുന്ന മുഴുവൻ ആർഗ്യുമെന്റുകളും നിങ്ങൾ ഇത്ര ആധികാരികതയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് മാധ്യമവും മീഡിയ വണ്ണം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഇതേ ആധികാരികതയോട് കൂടി താങ്കൾ സ്വീകരിക്കുമോ? ഞങ്ങളിലും അങ്ങനെയല്ല ഞങ്ങളിൽ ഞങ്ങളുടെ പലരുടെ കൈകളിലും ഈ സ്ക്രീൻഷോട്ട് അദ്ദേഹം ഡിലീറ്റ് നുണ പറയുകയാണ്. എവിടെയും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തെളിയിക്കാമെന്ന് പറഞ്ഞാൽ എന്റെ അറിവ് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. എന്നോട് സന്ദീപ് അല്പസമയം മുമ്പ് ഒരു മെസ്സേജ് അയച്ചു തന്ന് അതിൽ ഫാക്ട് ചെക്ക് ചെയ്തിരിക്കുന്നതായി മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ മനസ്സിലാക്കിയത് അത് സന്ദീപിൻ്റെതല്ല എന്നാണ്. സന്ദീപും പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ കശ്മീരികളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആഹ്വാനമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് ആ വാർത്ത പ്രചരിച്ചത് എന്നാണ്. ശരി, അത് നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തെങ്കിൽ ഈ ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ ആർഗ്യുമെന്റിൽ നിന്ന് പിൻവാങ്ങിക്കൊള്ളാം. ഇത് പൊതുസമൂഹത്തെ ധരിപ്പിക്കേണ്ട ബാധ്യത മാത്രമേ എനിക്കുള്ളൂ. ഞാൻ സന്ദീപ് പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം. നൗഷാദ് അലിയിലേക്ക് ഞാൻ വരുന്നു. വ്യാജ വാർത്തയായിരുന്നു ഇന്നിപ്പോൾ പരസ്യമായി CPM സിറാജിലും സുപ്രഭാതത്തിലും പരസ്യമായി നൽകിയത് എന്നാണ് ചോദ്യം. നമുക്കിപ്പം സന്ദീപ് വാര്യർ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സന്ദീപ്, വസീഫ് പറയുന്നു ആ സ്ക്രീൻഷോട്ട് കാശ്മീരികളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കണം, ജിനോസൈഡ് വേണം എന്ന ഒരു പോസ്റ്റ് താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ്, അത് വ്യാജമല്ല എന്നാണ് വസീഫിൻ്റെ നിലപാട്. അതാണ് ഇന്ന് പരസ്യമായി ചേർത്തത് എന്നാണ്. സന്ദീപ്, താങ്കൾ എനിക്ക് അയച്ചു തന്ന ഫാക്ട് ചെക്കിൽ അത് വ്യാജമാണെന്നാണ് കാണിക്കുന്നത്. എന്താണ് വസ്തുത? ഒന്ന്, ഞാൻ താങ്കൾക്ക് അയച്ചു തന്ന ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് എന്തായാലും ഞാൻ ഉടമസ്ഥനായതല്ലോ. അതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസി നടത്തിയിട്ടുള്ള ഫാക്ട് ഫൈൻഡിംഗ് ആണ്. നമുക്കറിയാം, ഇന്റർനെറ്റിൽ വരുന്ന വ്യാജ വാർത്തകൾ സംബന്ധിച്ച് ഫാക്ട് ഫൈൻഡിംഗ് നടത്തുന്ന ഒരു ടീം അത് അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്കി എങ്കിൽ വസീഫ് പറയട്ടെ, ഏത് ദിവസം ഇട്ടതാണ്, ഏത് സമയത്ത് ഇട്ടതാണ്, എന്തെങ്കിലും ഒരു വിവരം അതിലുണ്ടോ? ഇനി അതും പോട്ടെ, ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എഴുതിയ സന്ദീപ് വാര്യരോട് കാൽ തല്ലിയൊടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല മനസ്കനായ ആശാൻ ശ്രമിച്ചതുപോലെ പിണറായി വിജയൻ ശ്രമിച്ചതാണോ? എന്നിട്ടാണോ സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്ന് പറഞ്ഞത്, നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞത്? ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ വടകരയിൽ ഉണ്ടാക്കിയതുപോലെ ഒരു സാധനം എടുത്തിട്ട് വന്നിരിക്കുകയല്ലേ. അത് ഒറിജിനൽ ആണെങ്കിൽ തെളിയിക്കാൻ വേണ്ടി കേരള പോലീസ് അല്ലേ? എന്നുണ്ടാക്കിയാണെന്ന് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഫാക്ട് ഫൈൻഡിങ്ങിന്റെ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ. അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പൊ ഇതിങ്ങനെ കുറെ കാലം മറ്റൊന്ന് അതിൽ അതേ സമയത്ത് അരുൺ തന്നെ മറ്റൊരു ചാനലിൽ നടന്ന ചർച്ചയിൽ എനിക്കൊന്ന് ശ്രീ MP രാജേഷ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാരിഫൈ ചെയ്താണ്. ഞാൻ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ശ്രീ സ്വരാജ് പറഞ്ഞ കാര്യം അറിയാലോ, CPM-ന്റെ ഇന്നത്തെ സത്യാനന്തര കാലത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തുന്ന സ്വരാജ് പറഞ്ഞ കാര്യം അതേ ചർച്ചയിൽ വളരെ സർക്കാസ്റ്റിക്കായി ഉദ്ധരിച്ചതാണ് ഇപ്പൊ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു പരസ്യം കൊടുത്തിട്ടുള്ളത്. ഈ 2 പോരെ ഇവരുടെ വ്യാജ കഥകൾ പൊളിക്കാൻ? ബാക്കി ഞാൻ പല കാര്യങ്ങളും അതായത് പ്രത്യയശാസ്ത്രപരമായി ഡിസോൺ ചെയ്ത് ഞാൻ പുതിയ ഒരു മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭൂതകാലത്തിട്ട ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോ പരസ്യം കൊടുക്കുന്നതിൽ എന്ത് ധാർമ്മികതയാ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ സരിൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൂടി വെച്ച് പരസ്യം കൊടുക്കണ്ടേ? ഒരു നിമിഷം, ഈ വിഷയത്തിൽ മാത്രം വസീഫിനൊരു ചോദ്യമുണ്ട്. വസീഫ്, എന്താണ് ആ ചോദ്യം? വസീഫ് കേൾക്കാമോ? ഞാൻ ഇപ്പോൾ അരുൺകുമാറിന്റെ വാട്സപ്പിലേക്ക് അയച്ചിരുന്നു. കേൾക്കാം അരുണെ, ഞാൻ നിങ്ങൾക്ക് അയച്ചു. ഇത് വസീഫ് എടുത്ത സ്ക്രീൻഷോട്ട് അല്ല, അനീഷ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളെടുത്ത സ്ക്രീൻഷോട്ടാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആ സ്ക്രീൻഷോട്ടിന് അടിയിലുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, എന്നിട്ട് ചോദിക്കാം. പിന്നെ സന്ദീപ് വാര്യർക്ക് ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുക്ക്, നമുക്ക് അന്വേഷിക്കാന്നേ. അന്വേഷിച്ചിട്ട് സത്യം തെളിയട്ടെ. നിങ്ങൾ ഇട്ട പോസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പോസ്റ്റാണ് ഇവിടെ വീണ്ടും വന്നത്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ മാനത്തുനിന്ന് എടുത്ത് ഇതുപോലെ വാചകങ്ങൾ എഴുതി നിങ്ങളുടെ ഫോട്ടോ വെച്ച് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതാണ് എന്നാണോ കരുതുന്നത്? നിങ്ങൾ ഇന്ന് കോൺഗ്രസിൽ പോകും എന്ന് പ്രതീക്ഷിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച സ്ക്രീൻഷോട്ടാണ് ഇത്. ആ പത്രപരസ്യത്തിൽ വന്ന ബാക്കി എത്രയെത്ര കമന്റ്സ് ഉണ്ട്? എല്ലാം ഈ സമൂഹത്തെ വിഭജിക്കാൻ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടാണ് അതന്നെ സരിനും വന്നിരിക്കുന്നത്. സരിനും ഒക്കെ പറഞ്ഞതുപോലെ പറഞ്ഞല്ലോ, പിണറായി വിജയനെ പറയുന്നത് പോലെ അല്ലല്ലോ. ഒരു നിമിഷം, താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഇത് പരാതി കൊടുക്കുമോ എന്നതാണ് ചോദ്യം. സന്ദീപ്, എനിക്കൊന്ന് സന്ദീപ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് കാട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അതിന്റെ റെസിപ്റ്റും താങ്കൾ ഇട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ? അതെ, എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് BJP തന്നെ ഈ വിഷയത്തിൽ പരാതി കൊടുത്തു. ഒരു വ്യാജ സ്ക്രീൻഷോട്ട് എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാലോ, ഫേസ്ബുക്കിൽ വരുന്ന ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് സ്വാധീനം വേണം, പോലീസിനകത്ത് സ്വാധീനം വേണം, സൈബർ സെല്ലിൽ സ്വാധീനം വേണം. നമുക്കെതിരെ ഓരോ ദിവസവും എന്തൊക്കെ വരുന്നു, വ്യാജമായിട്ട് പല കഥകൾ വരുന്നു. ഇതെല്ലാം നമ്മൾ പരാതി കൊടുക്കാൻ നമുക്ക് അതുപോലെ കമന്റുകൾ വരുന്നു, തെറി കമന്റുകൾ വരുന്നു, പല കഥകൾ വരുന്നു. ഇതെല്ലാം നമ്മൾ കേസ് കൊടുക്കാൻ കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം നിൽക്കുന്ന ആൾക്കും വേറൊരു വഴി ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ആരോപിച്ചതിന് ശേഷം ആരോപിച്ചതിന് ശേഷം ആക്ഷേപിച്ചതിന് ശേഷം ഇനി നിങ്ങൾ പോയി കേസ് കൊടുത്തോ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാന്നാണോ പറയേണ്ടത്? ഇത്ര ഗുരുതരമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വിചാര മനസ്കനായിട്ടുള്ള ആശാൻ ഗോപാലകൃഷ്ണനോട് ശ്രമിച്ചത്? ഞാൻ കാല് തല്ലിയൊടിച്ച ആളല്ലേ, എന്നെ പിടിച്ച് ജയിലിലിടണ്ടേ? എന്താ ചെയ്യാത്തത്? അത് ചെയ്യാതെ ഇപ്പോ ഈ ഇലക്ഷന്റെ തലേന്ന് വന്ന് പരസ്യം കൊടുത്ത് ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ നോക്കിയാണ് വേണ്ടത്. ഇതൊക്കെ മോശമല്ലേ? നമുക്ക് നല്ല ഒരൊറ്റ കാര്യം കൂടി സന്ദീപ്, എനിക്കിപ്പോ കുറെ പേര് സ്ക്രീൻഷോട്ട് അയച്ചു തന്നതിൽ സന്ദീപ് ഒരു ബ്ലൂ ഷർട്ട് ഇട്ട് മോളുമായിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിൽ സന്ദീപ് വാര്യർ പാലക്കാട് എന്ന് എഴുതിയിരിക്കുന്നു. ജിനോസൈഡ് ഈസ് മസ്റ്റ് കാശ്മീർ, നോ അതർ സൊല്യൂഷൻ എന്ന് താങ്കളൊരു കമന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അത് ശരിയാണോ? ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സ്ക്രീൻഷോട്ട് പൂർണ്ണമായും വ്യാജമാണ്. ശരി, ഇനി ഈ സ്ക്രീൻഷോട്ട് എടുത്ത മഹാൻ എന്ത് ചെയ്യുന്ന കേസ് കൊടുത്തില്ല? എന്റെ ചോദ്യം അതാ. അനീഷ് ഷംസുദ്ദീൻ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അതാണ് ചോദ്യം. യെസ്, താങ്ക് യു ശ്രീ സന്ദീപ് വാര്യർ. ഇതാണ് സന്ദീപ് വാര്യരുടെ വിശദീകരണം. വസീഫ് അലി, നമ്മൾ ഈ അനീഷ് ഷംസുദ്ദീനെ ബന്ധപ്പെടുന്നതാണ് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോകണം. KP നൗഷാദ് അലി, നിങ്ങൾ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്നാണ് ഇന്ന് MP രാജേഷ് ചോദിച്ചത്. പരാജയം ഉറപ്പായ UDF ഈ പരസ്യത്തിന്റെ പേരിൽ ഹാലിളകുന്നത് എന്തിനാണ്? അത് പരാജയം ഉറപ്പായതുകൊണ്ടാണോ? KP നൗഷാദ് അലി. അരുൺ, ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, മുമ്പ് ഈ ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ നായകന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും നായികയെ സ്വന്തമാക്കുന്നതിൻ്റെ കഥാതന്തു അവസാനിക്കുന്ന കൺക്ലൂഷൻ, അത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ മോഹൻലാലിന് നായികയെ കിട്ടുമായിരുന്നുവെങ്കിൽ മലബാറിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മമ്മൂട്ടിക്കായിരുന്നു. അതുപോലെ ഇവിടെ നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ച ഒരുപാട് പത്രങ്ങൾ ഉണ്ടായിരിക്കെ 2 പത്രങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് തീർത്തും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അഭിശപ്തമായ വാചകങ്ങളൊക്കെ ചേർത്ത് ഇവർ പരസ്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകണോ? ഇവിടെ വർഗീയതയുടെ വെടിപ്പുരക്ക് തീ പിടിപ്പിച്ചിട്ട് അങ്ങനെയെങ്കിലും നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് ഇവിടെ CPM-ഉം LDF-ഉം നടത്തിയത്. ഒരു കാര്യം മാത്രം ഞാനിതുമായി ബന്ധപ്പെട്ട് പറയാം. അതായത് ഇവിടെ
ഇവിടെ ഇപ്പോൾ സന്ദീപും മറ്റാളുകളൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അത് വളരെ പ്രസക്തമാണ്. കാരണം സന്ദീപ് ഇവിടെ പാർട്ടി വിട്ട് മാറി വന്നപ്പോൾ നിങ്ങളോടൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് എന്ന്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൂതകാലം റദ്ദാവേണ്ടതല്ലേ? അങ്ങനെ റദ്ദാവുന്ന സന്ദീപ് വാര്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയാൽ ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള ആളും എല്ലാം തികഞ്ഞ ആളും കോൺഗ്രസിലേക്ക് എത്തിയാൽ വീണ്ടും ഭൂതകാലം വേട്ടയാടുന്ന ആളുമായി മാറുന്ന നീതി, അത് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളട്ടെ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്ന ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ കോൺഗ്രസിന്റെ അവസാനത്തെ അക്ഷരത്തെ RSS എന്നാക്കി മാറ്റി വലിയ ആഘോഷം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെ CPM-കാർ. ഇന്ത്യ രാജ്യത്ത് പിണറായിയുടെ ഭക്തന്മാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാൽ BJP-യുടെ പാളയം വിട്ട് ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനിവർ ചെയ്യുന്ന എന്താ? അതിലേറെ വലിയ ആഘോഷം അല്ലെങ്കിൽ ആക്ഷേപം അല്ലെങ്കിൽ അപവാദ പ്രചരണമാണ് ഇവർ നടത്തുന്നത്. ഇവർക്ക് വല്ല നിലപാടുമുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ തന്നെ പിണറായി വിജയനെ പെൺവാണിഭത്തിന്റെ അപ്പോസ്തലനാക്കിയൊക്കെ ചിത്രീകരിച്ച ഇവരുടെ സ്ഥാനാർത്ഥിയുടെ നിരവധിയായിട്ടുള്ള ഫേസ്ബുക്ക് കമന്റും പോസ്റ്റും പ്രസ്താവങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ ആരെങ്കിലും എടുത്ത് ഇവിടെ ചെയ്യാൻ എന്ത് മോശം ഭാഷയിൽ പ്രതികരിച്ച് അത് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ പ്രതികരിച്ചതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇതിലും മോശമായി മുഖ്യമന്ത്രിയെ കുറിച്ച് പരാമർശം നടത്തിയിട്ടില്ലേ? അപ്പോൾ പല പരാമർശങ്ങളും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നേതാക്കൾക്ക് നടത്തേണ്ടി വരും. പക്ഷെ അതങ്ങനെയല്ല. ഇവിടെ അങ്ങേയറ്റം വർഗീയമായി വിഷലിപ്തമായ പ്രതികരണം ന്യൂനപക്ഷ സമുദായത്തിനെതിരെ നടത്തി എന്ന് നിങ്ങൾ തന്നെ വിമർശിച്ച ഒരു നേതാവിൻ്റെ പഴയകാലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ആയുധമാക്കുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ജമാഅത്തയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് രണ്ടും നിങ്ങൾ സ്വാഗതം ചെയ്തു. SDP-യുടെ ലഘുലേഖകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ലേ? അതാണ് ഇവിടെ വസീഫ് ചൂണ്ടിക്കാണിച്ചത് നൗഷാദ് അലി. അല്ല ഞാനൊരു കാര്യം പറയട്ടെ അരുണ, ഇവിടെ ഈ OK വാസുവും സുധീഷ് മിന്നിയും അശോകനും ഒക്കെ ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് CPM-ലേക്ക് വന്നത്? അവരുടെ മുൻ പ്രത്യയശാസ്ത്ര കാലത്ത് എന്താ? അവരിവിടുത്തെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ താലോലിച്ചുകൊണ്ടാണോ ആ പാർട്ടിയിലൊക്കെ നിന്നിരുന്നത്? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 4 വിരലുകൾ തങ്ങളുടെ നെഞ്ഞത്തേക്കാണ് എന്ന് CPM-കാർ അറിയാതെ പോകുന്നു. അവർ സ്ഥലജല വിഭ്രമത്തിലാണ്. പാലക്കാടിന്റെ മത്സര രംഗത്ത് അവർ വിദൂരമായ 3-ാം സ്ഥാനത്താണ്. 2016 തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭ, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ക്രമാനുഗതമായി CPM എന്ന പാർട്ടി പാലക്കാട് മണ്ഡലത്തിൽ അപ്രസക്തമാണ്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ അവർ 3-ാം സ്ഥാനത്താണ്. അവരിവിടെ ചെയ്യുന്നത് ഏതെങ്കിലും വിപത്തിൽ രീതിയിൽ ജനാധിപത്യ മതേതര വോട്ടുകൾ വിഘടിപ്പിച്ചിട്ട് BJP കടന്നു കയറട്ടെ, അങ്ങനെയെങ്കിലും കോൺഗ്രസ് തോൽക്കട്ടെ എന്ന രാഷ്ട്രീയമാണ്. ഈ പരസ്യത്തെ BJP എങ്ങനെയാണ് കാണുന്നത്? BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എല്ലാ മാന്ത്രിക വടികളും തങ്ങൾക്ക് അനുകൂലമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. ഒരു കാലത്ത് നിങ്ങളുടെ വാരിയറായിരുന്ന സന്ദീപ് വാര്യർ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നോ ശങ്കുട്ടി ദാസ്? താങ്കളുടെ ഓർമ്മയിൽ താങ്കൾ പറഞ്ഞാൽ അത് കേരളം വിശ്വസിക്കും. ശങ്കുട്ടി ദാസ്. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ വളരെ ആധികാരികമായിട്ടും ഉറപ്പോട് കൂടിയിട്ടും ഞാൻ പറയാം, അത് സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് തന്നെയാണ്. ആ പോസ്റ്റ് സന്ദീപ് വാര്യർ ഇട്ടത് 2016 സെപ്റ്റംബർ 19 അതെ, തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ പോസ്റ്റ് തന്നെയാണ്. സന്ദീപ് വാര്യർ പാലക്കാട് എന്ന ഐഡിയിൽ നിന്ന്, അദ്ദേഹം മുൻപ് ഉപയോഗിച്ചിരുന്ന ഐഡിയിൽ നിന്ന് അദ്ദേഹം ഇട്ട പോസ്റ്റാണ്. 2016 സെപ്റ്റംബർ 19 സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ സന്ദീപ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നല്ലല്ലോ പറയുന്നത്, അതൊരു ഫാക്ട് ചെക്കിംഗ് ഏജൻസി പരിശോധിച്ചിട്ട് അത് വ്യാജമാണെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം ഫാക്ട് ചെക്കിംഗ് ഏജൻസികളെ കൊണ്ട് അങ്ങനെയുള്ള പല സൗകര്യങ്ങളും നമുക്കുണ്ട്. ഓരോ പ്രസ്ഥാനത്തോടും ഓരോ പാർട്ടിയോടും ഒക്കെ അനുഭാവം പുലർത്തുന്ന പല ഫാക്ട് ചെക്കിംഗ് ഏജൻസികളും ഉണ്ട്. അവരുടെ സൗകര്യാനുസരണം പല വാർത്തകളെയും വ്യാജമാക്കി കൊടുക്കാറുണ്ട്, ചില വാർത്തകളെ ശരിയാക്കി കൊടുക്കാറുണ്ട്. താൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയേണ്ടത്. ഞാൻ ഉറപ്പോട് കൂടിയിട്ട് ഈ ചർച്ചയിൽ പറയുന്നു, ഈ വിഷയത്തിൽ ഇത്രയും പരസ്യമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു ശ്രമം എൻ്റെ കണ്ണിന് മുന്നിൽ നടന്നതുകൊണ്ട് എൻ്റെ ധാർമ്മികത അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, ആ പോസ്റ്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ പോസ്റ്റും ആ പോസ്റ്റിലെ കമൻറ്റുകളും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ മാത്രമല്ല, ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമല്ല ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. അന്ന് ധാരാളം ആളുകൾ എടുത്ത വ്യത്യസ്തമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ 2-3 തെളിവുകൾ മാത്രം പറയാം. ഇത് 2016 സെപ്റ്റംബർ 19 ഈ പോസ്റ്റ് ഇട്ട ദിവസം തന്നെ
RSS അനുഭാവിയായിട്ടുള്ള BJP പ്രവർത്തകനായിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കണം. എന്ത് വൃത്തിയോട് പറഞ്ഞിട്ടാണെങ്കിലും അറ്റൻഷൻ സീക്കാനുള്ള ഇത്തരം ആളുകളുടെ ശ്രമം നമ്മൾ ഒരിക്കലും വളം വെച്ച് കൊടുക്കരുത്. കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കശ്മീരിലെ പൗരന്മാർ ഇന്ത്യയുടെ പൗരന്മാരാണ്. അവരെ കൂട്ടക്കൊല ചെയ്യണമെന്നുള്ള വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ 19 സെപ്റ്റംബർ 2016 എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അതായത് 8 കൊല്ലം മുന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഏതെങ്കിലും കാലഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്നാൽ അന്ന് ഇയാൾക്കെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് 8 കൊല്ലം മുമ്പേ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അപലപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് നിങ്ങൾ പറയുന്നു. 2016 സെപ്റ്റംബറിൽ സന്ദീപ് വാര്യർക്കെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ അദ്ദേഹം അന്ന് ആരായിരുന്നു? അന്ന് BJP അദ്ദേഹത്തിന് വേണ്ടി പരാതി കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. BJP എന്തിനാണ് സന്ദീപ് വാര്യർക്കെതിരെ പരാതി കൊടുക്കുന്നത്? അന്ന് സന്ദീപ് വാര്യർ BJPയുടെ ചുമതലയിൽ ഇരിക്കുന്ന ആളല്ലല്ലോ. സന്ദീപ് വാര്യർ BJPയുടെ ചുമതലയിലേക്ക്, അതായത് സംസ്ഥാന വക്താവായിട്ട് വരുന്നത് 2019 മാത്രമാണ്. അതിന് മുൻപ് ശ്രീധരൻപിള്ള പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോഴാണ് ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്തിരുന്നിരുന്ന സന്ദീപിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതും യുവമോർച്ചയുടെ സെക്രട്ടറി എന്ന് പറയുന്ന പദവി കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിനു മുൻപ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സന്ദീപ് ഫേസ്ബുക്കിലെ സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള ഒരാൾ മാത്രമാണ്. അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ഒരാളുടെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ആർക്കാണ്? അങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കേണ്ട ആവശ്യം പാർട്ടിക്ക് എന്താണ്? അപ്പോൾ 2016 തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം തന്നെ ഈ പോസ്റ്റ് എഴുതിയ ആൾ തന്നെ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്ന അനീഷ് ശംസുദ്ദീൻ്റെ സ്ക്രീൻഷോട്ട് അല്ല, ഈ രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ തന്നെ താൻ എടുത്ത സ്ക്രീൻഷോട്ട് വെച്ച് എഴുതിയ പോസ്റ്റാണ്. അതിൻ്റെ അവസാന വരി ഇങ്ങനെയാണ്: എവിടെ പോകണം എന്ന് ആഗ്രഹിച്ചാലും ഓരോ കശ്മീരിയും ഇന്ത്യൻ പൗരനാണ്. അവരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരുത്തരും ഇന്ത്യയോട് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. തള്ളിപ്പറഞ്ഞാലും സന്ദീപ് വാര്യർക്കൊപ്പം നിന്നവർ ശങ്കുട്ടിദാസ് ആധികാരികമായി പറയുന്നു അത് വ്യാജ പോസ്റ്റല്ല. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം വസ്തുത പ്രാധാന്യമില്ല. വസ്തുത പറയുമ്പോൾ അതിൽ നെക്സസ് ഇല്ല. നിങ്ങൾ ഇതുപോലെ സന്ദീപ് വാര്യരെ നിങ്ങളുടെ MP-യെ കുറിച്ച് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഈ സന്ദീപ് വാര്യർ താലിബാൻ ഭരണം തുടങ്ങി വനിതകൾക്ക് ആഹ്ലാദ വിലക്ക് എന്ന പ്രേക്ഷകർ കോൺഗ്രസുകാർ സന്ദീപ് വാര്യർ ഫാക്ട് ചെക്കിംഗിൽ തെളിയിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. സന്ദീപ് വാര്യരെ നന്നായി അറിയാവുന്ന, സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കുന്ന, സന്ദീപ് വാര്യർക്കൊപ്പം തന്നെ സന്ദീപ് വാര്യരെക്കാൾ നന്നായി ഈ IT മേഖല കൈകാര്യം ചെയ്യുന്ന ശങ്കുട്ടിദാസ് ആധികാരികമായി പറയുന്നു. രഞ്ജിത്ത് രവീന്ദ്രൻ 2016 സെപ്റ്റംബർ മാസത്തിലെടുത്ത സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പറയുന്നു ഇത് സന്ദീപിന്റെ പോസ്റ്റാണ്. ഇത് സന്ദീപിന്റെ പോസ്റ്റാണ്. ശങ്കുട്ടിദാസിന്റെ പാർട്ടി സന്ദീപിനെ കൊല്ലാതെ വെറുതെ വിട്ടതിൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. അപ്പോഴാണ് അനുകൂലിക്കണമെന്ന് പറയുന്നത്. എങ്ങനെ ശങ്കുട്ടിദാസ് സന്ദീപിനെ അനുകൂലിക്കുക? കാര്യമില്ല നൗഷാദ് അലി, അത് വസ്തുതയാണ്. നോക്കൂ, ഞാൻ വസീഫ് പറഞ്ഞപ്പോഴല്ലോ ഇത് അംഗീകരിച്ചത്. ഞാൻ ശങ്കുട്ടിദാസ് പറഞ്ഞപ്പോൾ അംഗീകരിച്ചതിന്റെ കാരണം ശങ്കുട്ടിദാസ് ആധികാരിക രേഖ വെച്ച് പറഞ്ഞതുകൊണ്ടാണ്. നൗഷാദ് അലി, ആധികാരിക രേഖ വെച്ച് ശങ്കുട്ടിദാസ് പറഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിക്കണം. ശങ്കുട്ടിദാസിനെ എങ്ങനെ സന്ദീപിനെ അനുകൂലിക്കാൻ? നോക്കൂ, അനുകൂലിക്കല്ല, ശങ്കു പറയുന്നത് വസ്തുതയാണെന്ന് ആധികാരികമായി തിരിച്ചു തെളിയിക്കൂ. രഞ്ജിത്ത് രവീന്ദ്രൻ 2016 എടുത്ത സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുന്നു. വസീഫ് അനീഷ് ശംസുദ്ദീൻ 2016 എടുത്ത സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുന്നു. ഈ സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവ കള്ളം പറയില്ലല്ലോ. ശങ്കു ന്യായീകരിച്ചാലല്ല അത്ഭുതം. നിങ്ങൾ ഇത്തരത്തിലുള്ള ദുർബലമായ പറയരുത്. പറയരുത്. സംസാരിക്കാൻ അനുവദിക്കണം. എൻ്റെ കയ്യിൽ രണ്ട് തെളിവുകൾ കൂടിയുണ്ട്. ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീമാൻ നൗഷാദ് അലിക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു തെളിവ് കൂടി ഞാൻ ഈ ചർച്ചയിൽ തന്നെ പങ്കുവെക്കാം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ നരേറ്റീവ് പൊളിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ബഹളം വെക്കുന്നത്. ഞാൻ വെറും ഫാക്സ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള ആർക്കും വെരിഫൈ ആവുന്ന ഫാക്സ് മാത്രമാണ്. ഇത് 2018 സന്ദീപ് വാര്യർ ശരി ഓക്കെ. ഇത് 2018 സന്ദീപ് വാര്യരുടെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട്
സന്ദീപ് വാര്യരെ വീണ്ടും പാർട്ടി ചുമതലയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസീവ് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ശാശ്വത് സുരേഷ് സൂര്യാൻഷ് എന്ന് പറയുന്ന ആൾ ഈ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് കാണാം നൗഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എഴുതിയിട്ടുള്ള കമൻ്റാണ് യെല്ലോ ആക്കി ഇട്ടിട്ടുള്ളത്. BJP-കാരൻ പറയുന്നതല്ല, CPM-കാരൻ പറയുന്നതല്ല, നൗഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സൈബർ പോരാളി എഴുതിയ കമൻ്റാണ്. ഇതിൻ്റെ ഒറിജിനൽ പോസ്റ്റ് അവൻ്റെ വാളിൽ ഞാൻ കണ്ടിരുന്നു, പിന്നീട് ഡിലീറ്റ് ചെയ്തു, ഇതിനെ സംഘികൾ ഇപ്പോൾ ഫേക്കാക്കി. ഇത് നൗഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് 4 വർഷങ്ങൾക്ക് മുൻപാണ്, ഇന്നത്തെ സാഹചര്യത്തിലല്ല. ആ പോസ്റ്റ് താൻ കണ്ടതാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു തെളിവും കൂടി കാണിച്ചു തരാം. സന്ദീപ് വാര്യർ ആദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിൽ വന്ന ദിവസം, അന്ന് ഈ പറയുന്ന ഇതേ ഗ്രൂപ്പിൽ തന്നെ സന്ദീപ് വാര്യർ കൂടി അംഗമായിരുന്ന പ്രോഗ്രസീവ് മൈൻഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുള്ളൊരു ചർച്ചയാണ്. ഇത്തരത്തിൽ വംശഹത്യയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് ഇവർ ചാനൽ ചർച്ചയിൽ കൊണ്ടിരുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൽ അന്ന് CPM-ൻ്റെ അണികളും കോൺഗ്രസിൻ്റെ അണികളും ഒരുപോലെ ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പോസ്റ്റ് ഇതേ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 2018 ഡേറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിലുള്ള സാധനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ സ്ക്രീൻഷോട്ടുകളുണ്ട്. നിങ്ങളൊരു സുപ്രഭാതത്തിൽ അത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാവുന്നില്ല. സന്ദീപ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലോ. പാലക്കാടുള്ള ആനയെ മലപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന വിഷയം സന്ദീപ് ഇപ്പോൾ പറയുന്നുണ്ടോ? അതല്ലെങ്കിൽ സമാനമായിട്ട് എത്രയോ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രയോഗിച്ചത് എന്നാണ് സന്ദീപിന്റെ വാദം. അതവിടെ നിൽക്കട്ടെ. ഞാൻ നൗഷാദ് അലിയിലേക്ക് പോയി വരാം. നൗഷാദ് അലി, എൻ്റെ ഒരു ചോദ്യം കൂടി. ഹലോ നൗഷാദ് അലി, ഇനി വസ്തുതകൾ വേണ്ടതുണ്ടോ? അപ്പോൾ അതൊരു വ്യാജ സ്ക്രീൻഷോട്ട് അല്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ അരുൺ, ഇവിടെ ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം വോട്ടർമാരെയൊക്കെ ലക്ഷ്യമിട്ടാണല്ലോ ഈ CPM-കാർ ഇത്തരത്തിലുള്ള കെണിയൊക്കെ ഒരുക്കി വെക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൊരു ഉദാഹരണം. ഇവിടെ ഖലീഫ ഉമർ എന്ന വ്യക്തി ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകനെ വധിക്കാൻ പോയ മനുഷ്യനാണ്. അദ്ദേഹമാണ് പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയായിട്ടൊക്കെ വന്ന് കിസ്റിൻ്റെയും കൈസറിൻ്റെയും കൊട്ടാരങ്ങളെയൊക്കെ വിറപ്പിച്ച് ലോകമാകം പ്രശസ്തി നേടിയത്. ഖലീഫയുടെ ഭരണം, ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ വരണം എന്നെൻ്റെ അഭിലാഷമാണ് എന്ന് പിൽക്കാലത്ത് ഗാന്ധിജി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൂർവ്വകാലത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങളെങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് എന്ത് കാര്യം? OK വാസുവിനെയും സുധീഷ് മിന്നിയെയും അശോകനെയും ഒക്കെ മാറോടണച്ച CPM-ന് എന്ത് ധാർമ്മിക അർഹത? ഇതേ സന്ദീപ് നയം മാറ്റി വന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ ആവുമെന്ന് ഈ റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിലല്ലേ AK ബാലൻ ഒഴിഞ്ഞത്? അത് CPM-ലേക്ക് പോയാൽ കുഴപ്പമില്ല, കോൺഗ്രസിലേക്ക് വന്നാൽ കുഴപ്പമാണ്. പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 13-13 അവിടെ 13-15 എന്ന്. ഇതൊക്കെ എന്ത് ന്യായമാണ്? ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. CPM പാലക്കാട്ടെ ചിത്രത്തിലില്ല. അവര് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വകാലമാണ്. ഇനി ഞാൻ പറയാം. വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു, അവിടെ ഞങ്ങൾ 1-ാം സ്ഥാനത്തേക്ക് വന്നു. ഞാൻ വരട്ടെ. എനിക്ക് തന്ന അവസരമാണ്. വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു, അവിടെ ഞങ്ങൾ 1-ാം സ്ഥാനത്തായി. തൃശ്ശൂരിൽ നിങ്ങൾ 1-ാം സ്ഥാനത്തായിരുന്നു, BJP-ക്ക് 86,000 വോട്ട് കൊടുത്ത് നിങ്ങൾ 3-ാം സ്ഥാനത്തായി. നേമത്ത് നിങ്ങൾ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നു, നിങ്ങൾ 3-ാം സ്ഥാനത്തായി. BJP അവിടെ ഞങ്ങൾ 1-ാം സ്ഥാനത്തായി, ഞങ്ങൾ അവിടെ BJP തോൽപ്പിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ ഇത് മുമ്പിലുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഡീൽ അവസാനിപ്പിച്ച് ബഹളം വെക്കല്ലേ നോക്കാതെ മാന്യത കാണിക്ക്. നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്നതല്ലേ? അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്നതാ. അതുകൊണ്ട് തൃശ്ശൂരിൽ 1-ാം സ്ഥാനത്ത് നിന്ന് നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയത് നിങ്ങൾ ഡീല് നടത്തിക്കൊണ്ടാണ്. നേമത്ത് നിങ്ങൾ വോട്ട് കൊടുത്ത വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളിവിടെ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങളോട് ആവർത്തിച്ച് ഈ കേരളം ചോദിച്ചു, പ്രത്യേകിച്ച്
പാലക്കാട്ടെ ജനത ചോദിച്ചു. പാലക്കാട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ബോധപൂർവമായി കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു RSSകാരനെ കൊലപ്പെടുത്തി പട്ടാപ്പകൽ, എന്നിട്ട് അവിടെ കലാപത്തിലേക്ക് നയിക്കുമ്പോൾ ആ കലാപത്തെ തടയാൻ ബോധപൂർവമായി ഏറ്റവും ശക്തമായി ജാഗ്രതയോടെ ഇടപെട്ട ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ഇതേ RSS, ഇതേ സംഘപരിവാർ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ പതാക ഉയർത്തിയ സമയത്ത് ആ പതാക വലിച്ച് താഴെ ഇറക്കി ഇന്ത്യൻ പതാക ഉയർത്തിയത് ഞങ്ങൾ DYFI. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSSനെയും SDPIയെയും എല്ലാം ചെറുക്കണം എന്നുള്ള നിലപാടാണ്. ഇവിടെ അടിസ്ഥാനപരമായി ധ്രുവീകരണം ഉണ്ടാക്കുന്ന രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന കാലങ്ങളായി ഈ നാടിനകത്തുള്ള മനസ്സമാധാനം, സ്വൈര്യജീവിതം എല്ലാം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തുന്ന ആളോട് ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും? ഇന്നും പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ് RSSന്റെ കാര്യാലയത്തിന് ഞാൻ സ്ഥലം കൊടുക്കും എന്ന് പറയുന്നത്. RSSന്റെ കാര്യാലയത്തിന് ഇദ്ദേഹം പറഞ്ഞത് ശാഫി പറമ്പിൽ വിജയിച്ചപ്പോ ഇദ്ദേഹം ഇട്ട പോസ്റ്റ്, അങ്ങനെ എന്തൊക്കെയുണ്ട് ഇവിടെ. ഉണ്ടായിരുന്നത് ഇന്ന് സമസ്ത ഇറക്കിയിരിക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് താങ്കൾ വായിച്ചായിരുന്നല്ലോ വസീഫ്. നിങ്ങൾ കൊടുത്ത പരസ്യം പാളി എന്നതിന്റെ സൂചനയല്ലേ ഇത്? ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ലെന്നും ഇന്ന് സുപ്രഭാതം പത്രം പാലക്കാട് എഡീഷനിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്നും സംയുക്ത പ്രസ്താവനയിൽ സമസ്തയുടെ നേതാക്കൾ പറയുന്നതായിട്ടൊരു പത്രത്തിൽ വന്നിട്ടുണ്ട്. പാളിയോ നീക്കം ഞങ്ങൾ ഈ സമുദായ സംഘടനകളെയൊന്നും അങ്ങനെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. ഞങ്ങൾ മതനിരപേക്ഷതയാണ് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾക്കെതിരെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളെ തകർക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അതിനെ ചെറുക്കുക, അതിനെ പ്രതിരോധിക്കുക, ഈ നാടിന്റെ സ്വൈര്യ ജീവിതത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഇടതുപക്ഷത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക. ഈ വലതുപക്ഷം ഇത് നോക്ക്, ജാംബവാന്റെ കാലത്താണ് ബാബരി മസ്ജിദ് തകർത്തത്. അതൊന്നും ഇനി പറയണ്ട. മറ്റൊരവസരത്തിൽ താങ്കൾക്ക് സമയം കൂടുതൽ നൽകാം. പക്ഷെ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ഈ ചർച്ചയുടെ ദിശാസൂചിക കൂടിയായിരുന്നു. നന്ദി ശങ്കുട്ടിദാസ്, നന്ദി ശ്രീ വസീഫ്, ഒപ്പം KP നൗഷാദ് അലി ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.